എൻ്റെ പേര് ഷമീർ. ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് 27 വയസ്സായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്ത് റാഷിദും ചേർന്ന് പെയിൻറ്റിങ് ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയമാണത്. വീടുകൾ പെയിൻറ്റ് ചെയ്യുക, പുട്ടിയിടുക, പിന്നെ ചെറിയ റിനോവേഷൻ വർക്കുകളും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജോലി. ഒരു ദിവസം വൈകുന്നേരം എൻ്റെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. പെയിൻറ്റിങ് വർക്ക് അവൈലബിൾ ആണോ? ഞാൻ റീപ്ലൈ കൊടുത്തു, യെസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വോയിസ് കോൾ വന്നു. അപ്പുറത്തൊരു പുരുഷൻ്റെ ശബ്ദം. നിങ്ങൾ പെയിൻറ്റിങ് വർക്ക് എടുക്കുമല്ലോ? അതെ, ഒരു വീട് പെയിൻറ്റ് ചെയ്യണം. എവിടെയാണ്? ഞാൻ ചോദിച്ചു. അയാൾ ഒരു മലമ്പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞു. ഞങ്ങൾക്ക് ആ സ്ഥലം പരിചയമില്ലായിരുന്നു. വീട് എത്ര സ്ക്വയർ ഫീറ്റാണ്? ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, വീട് വലുതാണ്, 2 നില. വർക്ക് എപ്പോൾ തുടങ്ങണം? നാളെ രാവിലെ തന്നെ. അത് കേട്ട് ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടു. നാളെ തന്നെയോ? അതെ, അത്യാവശ്യമാണ്. പിന്നെ അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ ഗൾഫിലാണ്, വീട്ടിൽ ആരും ഉണ്ടാകില്ല. നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് തുടങ്ങാം. വീടിൻ്റെ കീ എങ്ങനെ കിട്ടും? വീടിൻ്റെ ഗേറ്റിൻ്റെ ഇടതുവശത്ത് ഒരു ചെറിയ കല്ലുണ്ട്, അതിൻ്റെ അടിയിൽ കീ ഉണ്ടാകും. അയാൾ ലൊക്കേഷനും അയച്ചു തന്നു. പിന്നീട് ഒരു കാര്യം പറഞ്ഞു, രാത്രിയാവുന്നതിന് മുമ്പ് വർക്ക് തീർത്ത് താഴേക്കിറങ്ങണം. ഞാൻ ചിരിച്ചു. വർക്ക് തീരാൻ സമയമെടുക്കും. അത് പ്രശ്നമില്ല. അയാൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പക്ഷേ രാത്രിയിൽ അവിടെ താമസിക്കരുത്, അത്രയും പറഞ്ഞ് അയാൾ കാൾ കട്ട് ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഞാനും റാഷിദും പെയിൻറ്റിങ് ടൂൾസും എടുത്ത് പുറപ്പെട്ടു. ലൊക്കേഷൻ അനുസരിച്ച് മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് പതുക്കെ ഇടുങ്ങി വന്നു. ചുറ്റും കാട്. മൊബൈൽ നെറ്റ്വർക്കും ഇടയ്ക്ക് പോയി വന്നുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഗൂഗിൾ മാപ്പ് പോലും ശരിയായി കാണിക്കുന്നില്ല. അവസാനം ഒരു ചെറിയ മൺറോഡിലേക്ക് കയറേണ്ടി വന്നു. റാഷിദ് പറഞ്ഞു, ഇവിടെ വീടൊക്കെ ഉണ്ടാക്കുമോ? ഞാൻ ചിരിച്ചു. ലൊക്കേഷൻ ശരിയാണെങ്കിൽ ഉണ്ടാകും. ഏകദേശം 10 മിനിറ്റ് കൂടി പോയപ്പോൾ മരങ്ങൾക്കിടയിൽ ഒരു വലിയ വീട് കണ്ടു. മലയുടെ മുകളിൽ ഒറ്റയ്ക്ക്, ചുറ്റും മറ്റൊരു വീടൊന്നുമില്ല. വീട് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. 2 നില, പഴയ സ്റ്റൈല്. വീടിൻ്റെ ചുറ്റും കാട് പിടിച്ച് കിടക്കുന്നു. ഞങ്ങൾ ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നപ്പോഴുള്ള ആ ശബ്ദം കേട്ട് റാഷി തന്നെ നോക്കി. ഇവിടെ ആരും താമസിക്കുന്നില്ലേ? ഗൾഫിലല്ലേ ആള്? ഞാൻ പറഞ്ഞു. കീ എടുത്ത് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും അകത്ത് നിന്നൊരു പഴയ മണം, പൊടിയുടെയും നനവിൻ്റെയും മണം. ഞങ്ങൾ അകത്ത് കയറി. വീട്ടിൽ ഫർണിച്ചറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആരും താമസിക്കുന്നതിൻ്റെ ലക്ഷണമൊന്നുമില്ല. ഞങ്ങൾ താഴത്തെ നില നോക്കി, പിന്നെ മുകളിലേക്ക് പോയി. മുകളിലെ ഒരു വലിയ ഹാളിൻ്റെ ചുമരിൽ പഴയ പെയിൻറ്റ് മുഴുവൻ പൊളിഞ്ഞിരുന്നു. അവിടെ നിന്നാണ് വർക്ക് തുടങ്ങേണ്ടത്. ഞങ്ങൾ പെയിൻറ്റിങ് സാധനങ്ങളെല്ലാം ഇറക്കി. രാവിലെ 10 മണിയോടെ വർക്ക് തുടങ്ങി. ആദ്യത്തെ 2 മണിക്കൂർ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിക്ക് മുകളിലെ നിലയിൽ നിന്ന് എന്തോ വീണ ശബ്ദം. റാഷിദ് ബ്രഷ് താഴെ വെച്ചു. എന്താ വീണത്? പോയി നോക്കാം. ഞങ്ങൾ മുകളിലെ മറ്റൊരു മുറിയിലേക്ക് പോയി. അവിടെ ഒന്നും വീണിട്ടില്ല. ഒരു ജനൽ മാത്രം തുറന്നു കിടക്കുന്നു. ഞാൻ ജനൽ അടച്ചു, കാറ്റായിരിക്കുമെന്ന് കരുതി. വൈകുന്നേരം 4 മണിയോടെ ഞങ്ങളുടെ വർക്ക് പകുതിയിലധികം തീർന്നിരുന്നു. പക്ഷേ പുറത്ത് പെട്ടെന്ന് മൂടൽമഞ്ഞ് തുടങ്ങി. മലമുകളിലായതുകൊണ്ട് അത് സാധാരണയാണെന്ന് കരുതി. റാഷിദ് പറഞ്ഞു, ഇവിടെ നിന്ന് താഴേക്ക് പോകാൻ കുറച്ച് സമയമെടുക്കും, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. ഞാൻ പറഞ്ഞു, ഇനി 1 മണിക്കൂർ കൂടി വർക്ക് ചെയ്തിട്ട് പോവാം. അതവൻ സമ്മതിച്ചു. ഞങ്ങൾ വീണ്ടും പെയിൻറ്റിങ് തുടങ്ങി. അപ്പോൾ താഴത്തെ നിലയിൽ നിന്ന് ആരോ നടക്കുന്നതിൻ്റെ ശബ്ദം. ഞങ്ങൾ രണ്ടുപേരും നിശ്ചലമായി. റാഷിദ് എന്നെ നോക്കി. നീ കേട്ടോ അത്? അതെ. ശബ്ദം സ്റ്റെയറിൻ്റെ അടുത്തേക്ക് വരുന്നു. ഞങ്ങൾ കാത്തു നിന്നു, പക്ഷേ ആരും മുകളിലേക്ക് വന്നില്ല. ഞാൻ താഴേക്ക് നോക്കി. സ്റ്റേഴ്സ് കാലിയാണ്. ഒരു പക്ഷേ കാറ്റായിരിക്കും, ഞാൻ പറഞ്ഞു. റാഷിദ് അതിനൊന്നും പറഞ്ഞില്ല. വൈകുന്നേരം 6 മണിയായി. പുറത്ത് ഇരുട്ട് വീണു തുടങ്ങി. ഞങ്ങൾ ടൂൾസൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് റാഷിദ് പറഞ്ഞത്, ഷമീർ, നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ് എവിടെ? ഞാൻ നോക്കി. 2 ബക്കറ്റ് താഴെ വെച്ചിരുന്നു, ഇപ്പോൾ 1 മാത്രം. മറ്റൊന്നെവിടെ? ഇവിടെ ഉണ്ടായിരുന്നില്ലേ?
ഞങ്ങൾ വീട് മുഴുവൻ നോക്കി, ബക്കറ്റ് കിട്ടിയില്ല. അവസാനം മുകളിൽ ഒരു അടഞ്ഞ മുറിയുടെ മുന്നിൽ അത് കണ്ടു. വാതിലിന് പുറത്താണ് ബക്കറ്റ്. ഞാൻ ഞെട്ടി. ഇത് ഇവിടെ ആരാണ് വെച്ചത്? റാഷിദ് പറഞ്ഞു, നമ്മളല്ല. വാതിൽ തുറക്കാൻ നോക്കി, തുറന്നില്ല. അകത്ത് നിന്ന് ലോക്ക് ചെയ്തതുപോലെ. അപ്പോഴാണ് അകത്തുനിന്ന് വളരെ പതിഞ്ഞ ശബ്ദം, ഇവിടെ പെയിൻറ് ചെയ്യരുത്. ഞങ്ങൾ രണ്ടുപേരും പിന്നോട്ട് മാറി. റാഷിദ് എൻ്റെ കൈ പിടിച്ചു, പോകാം. ഞാനുടനെ ഗൾഫിലുള്ള ആ മനുഷ്യനെ വിളിച്ചു. കാള് പോകുന്നില്ല, നെറ്റ്വർക്കുമില്ല. വാട്സപ്പ് കോൾ ചെയ്യാൻ നോക്കി, കണക്റ്റിംഗ് എന്ന് കാണിച്ചതല്ലാതെ പിന്നെ കോൾ കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ റാഷിദ് പറഞ്ഞു, ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണം. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് തുറന്നില്ല. ഞാൻ വീണ്ടും ശ്രമിച്ചു. ഇല്ല. കീ എവിടെ? എൻ്റെ പോക്കറ്റ് പരിശോധിച്ചു, കീ ഇല്ല. ഞാൻ മുകളിലേക്ക് നോക്കി. ഞങ്ങൾ പെയിൻറ് വെച്ചിരുന്ന മേശപ്പുറത്ത് കിടക്കുന്നു. ആ കീ അതിന് മുകളിലാണ്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി. ഇതാരാണ് എടുത്ത് അവിടെ വെച്ചത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി കീ എടുക്കാൻ. സ്റ്റെയർസ് കയറുമ്പോൾ മുകളിലെ കോറിഡോറിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി, ഒരു മനുഷ്യൻ്റെ നിഴല് പോലെ. ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. ഒന്നുമില്ല. റാഷിദ് പറഞ്ഞു, വേഗം. ഞങ്ങൾ മേശക്കടുത്തെത്തി, കീ എടുത്തു. അപ്പോഴാണ് അടഞ്ഞിരുന്ന ആ മുറിയുടെ വാതിൽ പതുക്കെ തുറന്നത്. ഞങ്ങൾ അവിടേക്ക് നോക്കി. മുറിക്കുള്ളിൽ മുഴുവൻ ഇരുട്ട്, ഒന്നും കാണുന്നില്ല. പക്ഷേ അകത്തുനിന്ന് പെയിൻറ് ബ്രഷ് നിലത്ത് വീഴുന്ന ശബ്ദം. പിന്നെ മറ്റൊന്ന്, ആരോ ചുമരിക്ക് ബ്രഷ് കൊണ്ട് പെയിൻറ് ചെയ്യുന്നത് പോലെയുള്ള ശബ്ദം. റാഷിദ് എൻ്റെ കൈ വലിച്ചു. താഴേക്ക് പോകാം. ഞങ്ങൾ സ്റ്റേഴ്സ് ഇറങ്ങി. വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. പക്ഷേ ഞങ്ങൾ വന്ന ബൈക്ക് കാണുന്നില്ല. ബൈക്ക് എവിടെ? ഞാൻ നിലവിളിച്ചു. രാവിലെ ഗേറ്റിൻ്റെ അടുത്ത് നിർത്തിയ ബൈക്കാണ്. ഇപ്പോൾ അതവിടെ ഇല്ല. ഞങ്ങൾ ചുറ്റും നോക്കി, ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും മുകളിലേക്ക് നോക്കി. അവൻ ഞങ്ങളെ നോക്കുകയായിരുന്നു. ഞാൻ വിളിച്ചു, ആരാണ്? മറുപടി ഒന്നുമില്ല. റാഷിദ് എൻ്റെ കൈ പിടിച്ചു. എന്താ, നമ്മൾ വന്നപ്പോൾ ആ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അവൻ പതുക്കെ ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് നടന്നു. ഞങ്ങൾ പേടിച്ച് ഗേറ്റിലേക്ക് ഓടി. ഗേറ്റ് തുറന്ന് ഞങ്ങൾ റോഡിലേക്ക് ഓടി. ഏകദേശം അരമണിക്കൂർ നടന്ന ശേഷമാണ് ഒരു ചെറിയ ടീ ഷോപ്പ് കണ്ടത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ശ്വാസം മുട്ടിയിരുന്നു. ഷോപ്പിലിരുന്ന ആളോട് ഞങ്ങൾ ചോദിച്ചു, ഇവിടെ മുകളിൽ ഒരു വലിയ വീടുണ്ടല്ലോ. അയാൾ ഞങ്ങളെ നോക്കി. ഏത് വീട്? ഞങ്ങൾ സ്ഥലം പറഞ്ഞു. അയാൾ കുറച്ചു നേരം ഞങ്ങളെ നോക്കി. അവിടേക്ക് ആരാണ് നിങ്ങളെ അയച്ചത്? ഞാൻ പറഞ്ഞു, ഗൾഫിലുള്ള ഒരാളാണ്, പെയിൻറ്റിങ് വർക്കിനായിട്ട് അങ്ങോട്ട് ചെന്നതാണ്. അയാൾ ചോദിച്ചു, പേരെന്താണ് അയാളുടെ? ഞാൻ പേര് പറഞ്ഞു. അയാൾ ഉടനെ തല ഉലുക്കി. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. ഞങ്ങൾ ഞെട്ടി. അയാൾ ഗൾഫിലാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അയാൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, ആ വീട് വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ പോയതാണ്. അയാൾ ഞങ്ങളെ നോക്കി. നിങ്ങൾ വീട്ടിനുള്ളിൽ കയറിയോ? അതെ. അയാളുടെ മുഖം മാറി. പിന്നെ എങ്ങനെ പുറത്തു വന്നു? റാഷിദ് ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഫോൺ വീണ്ടും എടുത്തു. ആ ഗൾഫ് നമ്പറിലേക്ക് കോൾ ചെയ്തു. ഇത്തവണ കോൾ പോയി. റിങ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അപ്പുറത്ത് ഒരാൾ എടുത്തു. ഹലോ. ഞാൻ ഉടനെ പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. അപ്പുറത്ത് കുറച്ച് നിമിഷം മൗനം. പിന്നെ ആ ശബ്ദം, ഏത് വീട്ടിൽ നിന്ന്? നിങ്ങളുടെ വീട്ടിൽ നിന്ന്. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെന്താണ്? ഞാൻ സംഭവിച്ചതെല്ലാം പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു പെയിൻറ്റിങ് വർക്കിനും വിളിച്ചിട്ടില്ല. എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. പക്ഷേ ഇന്നലെ നിങ്ങൾ തന്നെയല്ലേ വിളിച്ചത്? അയാൾ പറഞ്ഞു, എൻ്റെ ഫോൺ ഇന്നലെ മുഴുവൻ എൻ്റെ കയ്യിലായിരുന്നു. പിന്നെ ആ കോള് കട്ടാക്കി. ഞാനും റാഷിദും പരസ്പരം നോക്കി. ഞങ്ങൾ ആ വീട്ടിലേക്ക് വിളിച്ചതാണ്. പക്ഷെ ആരാണ്? അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ആ സ്ഥലത്ത് പോയില്ല. ബൈക്ക് പിന്നീട് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. പക്ഷേ ഞങ്ങളുടെ പെയിൻറ്റിങ് സാധനങ്ങൾ ആ വീട്ടിൽ തന്നെയാണ്.
അത് തിരികെ എടുക്കാൻ പോലും ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അൺനോൺ നമ്പർ, പിന്നെ ഒരു ഫോട്ടോയും. ആ ഫോട്ടോ ഞാനും റാഷിദുമാണ്. ആ മലമുകളിലെ വീട്ടിൽ പെയിൻറ്റിങ് ചെയ്യുന്ന ഫോട്ടോ. ഞാൻ ഞെട്ടി. ഫോട്ടോ എടുത്തത് ഞങ്ങൾ രണ്ടുപേരും അറിയാത്ത ഒരാൾ. അതിന് താഴെ ഒരു മെസ്സേജ്, പെയിൻറ്റിങ് നന്നായിട്ടുണ്ട്. അടുത്ത മെസ്സേജ്, പക്ഷേ മുകളിലെ മുറി ഇനിയും ബാക്കിയുണ്ട്. അത് കണ്ടതോടെ ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഇന്നും രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും, ന്യൂ ഇമേജ് റിസീവ്ഡ്. പക്ഷേ ഞാനത് തുറക്കാറില്ല. കാരണം ഒരിക്കൽ മാത്രം ധൈര്യം ചെയ്തു തുറന്നപ്പോൾ ആ ഫോട്ടോയിൽ ഞാനും റാഷിദും ഉണ്ടായിരുന്നില്ല. മലമുകളിലെ ആ വീട്ടിലെ മുറിയിൽ ആരോ ഞങ്ങൾക്കായി ഒരു പുതിയ ചുമർ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനിച്ചു.